നമസ്കാരം. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധന രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65 കേസുകൾ കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്തെ കോവിഡ് കേസുകൾ 4026 ഉയർന്നിട്ടുണ്ട്. 24 മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5 നിലവിൽ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ 35% കേരളത്തിലാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ വിശദമായി പരിശോധിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി.കെ. സുഹൈൽ എന്നിവർ ചേരുന്നുണ്ട്. ഒപ്പം ഈ കോവിഡിനെ കുറിച്ച് നമുക്ക് വിശദമായി പരിചയപ്പെടുത്തരാൻ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ഇപ്പോഴത്തെ ഈ വകഭേദത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മുടെ കൂടെ ഡോക്ടർ അനൂപ് കുമാർ AS കൂടി ചേരുന്നുണ്ട്. ആദ്യം ധനസുമോദിലേക്കാണ്. ധനസുമോദ, ദിനംപ്രതി ഈ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാം 35% റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇന്ത്യ മൊത്തമായി നോക്കുകയാണെങ്കിൽ മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കോവിഡ് കേസുകൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ കോവിഡ് കേസുകളുടെ റിപ്പോർട്ട് ചെയ്തതിന്റെ എണ്ണം 4000 കടന്നിരിക്കുകയാണ്. 4026 ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ 24 മണിക്കൂറിനുള്ളിൽ ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ വലിയ തരത്തിൽ തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ കർണാടക, മഹാരാഷ്ട്ര, ഡൽഹി എന്നീ വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ഉയർന്ന തോതിൽ പിന്നീട് കാണപ്പെടുന്നത്. ഗുജറാത്തിലും നേരത്തെ അഹമ്മദാബാദിലും ഒരാൾ മരിച്ചിരുന്നു, ഒരു സ്ത്രീയായിരുന്നു മരിച്ചിരുന്നത്. ഇതുകൂടാതെ ഈ മരണത്തിനൊരു കണക്കെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ 24 മണിക്കൂറിൽ 5 പേരാണ് മരിച്ചിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് 80 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലും മരണമുണ്ടായിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ മാത്രമാണ് ഒരു 43 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. ഈ കോവിഡിന്റെ ഈ തീവ്ര വ്യാപന ശേഷിയില്ലാത്ത കോവിഡ്, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഒരു ശേഷിയില്ലാത്ത കോവിഡ് എന്നാണ് ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ മറ്റു അസുഖങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരാണ് ഇപ്പോൾ മരിച്ചവർ. കഴിഞ്ഞ ദിവസത്തെ കണക്ക് നമ്മൾ എടുത്തു നോക്കി കഴിയുമ്പോഴും ആ തരത്തിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം വരുന്നത്, ഈ കേരളത്തിൽ ഇപ്പോൾ പടിപടിയായി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടാണ് ഇതുവരെ ഇരുന്നതെങ്കിൽ ഇപ്പോൾ ചെറിയൊരു വർദ്ധിച്ചിരുന്ന തോതിൽ നിന്നും ചെറിയൊരു ഇളവുണ്ടായിട്ടുണ്ട്. രോഗവിമുക്തി നേടുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ആശ്വാസം. 1435 എന്ന കണക്കിൽ നിന്നാണ് 1416 എന്ന കണക്കിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 24 മണിക്കൂറിലെ കേസുകൾ കൂടിയത് ഗുജറാത്തിലും കർണാടകയിലുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ കർണാടകയിൽ ഓരോ ദിവസവും എന്ന രീതിയിൽ അവിടെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കർണാടക, ഗുജറാത്ത്, ഡൽഹി, JNUവിലടക്കം കോവിഡ് ബാധ ഉണ്ടായിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരുകളോട് കൃത്യമായ റിപ്പോർട്ട് നൽകുകയും അതിനുശേഷം 2-ാം തീയതി തന്നെ ഒരു റിപ്പോർട്ട് കേന്ദ്രം ഈ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. അതനുസരിച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള കാര്യം അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ഏതൊക്കെ എങ്ങനെ വേണം എന്നുള്ളൊരു കാര്യത്തിൽ നേരത്തെ നമുക്ക് ഈ SMS, മാസ്ക് വയ്ക്കുക, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ സാനിറ്റൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. തമിഴ്നാട് ഇതിനകം തന്നെ ആ തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളവും ആ തരത്തിലുള്ള നിർദ്ദേശം നൽകി എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കേരളത്തിലെ ആസ്പദമാക്കി നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇന്നലത്തെ 24 മണിക്കൂറിലെ കണക്കെടുത്ത് കഴിയുമ്പോൾ വലിയ തരത്തിൽ ഉയർന്ന തോതിൽ നിന്നും ചെറിയ ഒരു കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ആശ്വാസം.